ദില്ലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ദില്ലിയിൽ മനുശങ്കരൻ വീണ്ടും ചേരുന്നു. മനു, ദില്ലിയിൽ ചടങ്ങുകൾക്കൊക്കെ എപ്പോഴായിരിക്കും തുടക്കമാവുക? സുരക്ഷ ശക്തിപ്പെടുത്തിയുള്ള പരിപാടികൾ, വിവിധ കലാരൂപങ്ങളൊക്കെ തന്നെ അരങ്ങേറുന്നുണ്ട്. എല്ലാ തവണത്തേതും പോലെ വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ തന്നെയായിരിക്കുമോ നടക്കുക? മനു രാജ്യം ഇന്ന് 67ാം റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്. അബുദാബി കിരീടാവകാശിയും UAE ഉപസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാനാണ് റിപ്പബ്ലിക് ദിന പരേഡിലെ ഇത്തവണത്തെ മുഖ്യ അതിഥി. കനത്ത സുരക്ഷാ വലയത്തിൽ മനു ചേരുന്നു. മനു, എപ്പോഴാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്? സുരക്ഷ എങ്ങനെ? പരിപാടികൾക്ക് എത്രത്തോളം പ്രൗഢി ഉണ്ടാകും? ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണോ ദില്ലിയിൽ കാണാൻ കഴിയുന്നത്? തീർച്ചയായും ഒരു പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. റിപ്പബ്ലിക് ദിന ആഘോഷ പരേഡ് നടക്കുന്ന രാജ്പഥും സമീപ പ്രദേശങ്ങളും മുഴുവനായി തന്നെ CCTVയുടെ നിരീക്ഷണത്തിലാണ്. ഇതോടൊപ്പം ഈ പരേഡ് നടക്കുന്ന രാജ്പഥിന് ചുറ്റുപറ്റും 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങളും മറ്റും ഇന്നലെ തന്നെ ബോംബ് സ്ക്വാഡും ഇതോടൊപ്പം സുരക്ഷാ വിഭാഗവും കർശന പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ പക്ഷേ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളം മുന്നോട്ട് വെച്ച ആശയം കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിലും കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നതാണ്. ഇതിനുശേഷം ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിലും കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേരളം മുന്നോട്ട് വെച്ച ആശയം കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. ഈ മറ്റു സംസ്ഥാനങ്ങളുടെ എല്ലാം നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഒഴിവാക്കപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. റിപ്പബ്ലിക് ദിന പരേഡ് അല്പസമയങ്ങൾക്കകം തന്നെ ആരംഭിക്കും. രാഷ്ട്രപതി ഇതോടൊപ്പം കരവ്യോമ നാവികസേന മേധാവികൾ രാഷ്ട്രപതി പരേഡിൽ ഈ അണിനിരക്കും. ഇത്തവണ ഈ ഗൾഫ് അറബ് രാജ്യത്തിന്റെ സൈന്യം ഈ പരേഡിൽ പങ്കെടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ആദ്യമായാണ് ഒരു അറബ് രാജ്യത്തിന്റെ സൈന്യം ഇന്ത്യൻ റിപ്പബ്ലിക് പരേഡിൽ അണിനിരക്കുകയും ചെയ്യുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ഈ റിപ്പബ്ലിക് ദിന പരേഡ് ചടങ്ങുകൾ അതീവ സുരക്ഷയിൽ ആരംഭിക്കും. പ്രജീഷ്, ഇത്തവണ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ആക്രമണങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ള സാഹചര്യം, തീവ്രവാദ ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ് ജാഗ്രതാ നിർദ്ദേശം പല സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്നത് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം? ഈ തന്ത്രപ്രധാന മേഖലകൾക്ക്, വിമാനത്താവളം അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകൾക്ക്, മെട്രോ സ്റ്റേഷനുകൾക്കൊക്കെ തന്നെ സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് രാജ്യത്തെ പൊതുസ്ഥിതി? തീർച്ചയായും ജമ്മു കാശ്മീരിലടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മിന്നൽ ആക്രമണത്തിന്റെ ഈ ശേഷം ഇത്തരമൊരു ആഘോഷം നടക്കുമ്പോൾ തന്നെ ഒരു ഭീകരാക്രമണ സാധ്യത മുന്നിലുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും മറ്റും അഫ്ഗാൻ തിരിച്ചറിയൽ രേഖകളുമായി വന്ന 2 ഭീകര സംഘത്തെ ഈ സൈന്യം പിടികൂടുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഭീകരർ കൂടി വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി രാജ്യത്തിനകത്ത് കടന്നേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പഴുതടച്ച സുരക്ഷയാണ് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ അതോടൊപ്പം വ്യോമസേന താവളങ്ങൾ അടക്കമുള്ളവയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുപ്രധാന നഗരങ്ങളിലെല്ലാം സുരക്ഷ കർശനമാക്കിയിട്ടുമുണ്ട്. ഈ മെട്രോ സ്റ്റേഷനുകളെല്ലാം സ്വാഭാവികമായി തന്നെ രാജ്യതലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ഇന്ന് വൈകുന്നേരം വരെ തുടർന്നേക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സുപ്രധാന നഗരങ്ങളിലെല്ലാം കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രജീഷ്, അബുദാബി കിരീടാവകാശിയാണ് മനു ഇത്തവണ ഈ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ പരേഡിലെ മുഖ്യാതിഥി. അത്തരത്തിൽ വരവേൽക്കാനൊക്കെ തന്നെ എത്രത്തോളം ഒരുക്കങ്ങൾ, എത്രത്തോളം പ്രൗഢഗംഭീരമായ ചടങ്ങുകളായിരിക്കും ദില്ലിയിൽ കാണാൻ കഴിയുക? തീർച്ചയായും മുഖ്യാതിഥിയെ വരവേൽക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും രാജ്പഥിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പരേഡ് നടക്കുന്ന രാജ്പഥിന്റെ ഇരുവശങ്ങളിലും ഈന്തപ്പനകളും മറ്റും കൊണ്ടുള്ള ദൃശ്യങ്ങളും മറ്റും അണിനിരത്തിയാണ് മുഖ്യാതിഥിക്ക് പ്രത്യേക സ്വീകരണം ഇത്തവണ ഒരുക്കുന്നത്. നേരത്തെ തന്നെ ഈ അബുദാബി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അബുദാബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അന്നേ ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്കും മറ്റുമായി ക്ഷണനം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാകിസ്ഥാനുമായി ഇത്തരമൊരു കർക്കശ നിലപാട്
നിലപാട് ഇന്ത്യ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ UAE ഉപസർവ സൈന്യാധിപനെ ഇന്ത്യ മുഖ്യാതിഥിയാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. UAE വഴി പാകിസ്ഥാന് ഈ ഭീകര പ്രവർത്തനങ്ങൾക്കും മറ്റും ഫണ്ടുകൾ ധാരാളമായി ലഭിക്കുന്നു എന്ന് ഈ രഹസ്യാന്വേഷണ വിഭാഗം മറ്റും നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് UAE ഉപസർവ സൈന്യാധിപൻ തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥിയായി എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതിനാൽ തന്നെ ഈ പാകിസ്ഥാനെതിരെയുള്ള നിലപാടുകൾ UAE കൂടി കടുപ്പിക്കണം. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ ഇരു രാജ്യങ്ങളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന സന്ദേശമാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിന ഒരുമിച്ചുള്ള ഈ മുഖ്യാതിഥിയായി ഈ ഉപസൈന്യാധിപനെ കൂടി ഉൾക്കൊള്ളിക്കുമ്പോൾ ഇന്ത്യ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. ഈ പാകിസ്ഥാന് ഫണ്ടുകൾ മറ്റും ധാരാളമായി ലഭിക്കുന്ന ഈ UAE-യിലൂടെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ അബുദാബി കിരീടാവകാശത്തിന്റെ മുഖ്യാതിഥിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഭീകരതയ്ക്കെതിരെയുള്ള നിലപാടുകൾ കടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രപതി അതോടൊപ്പം 3 സൈനിക തലവന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യാതിഥിയായി അബുദാബി കിരീടാവകാശിയും പങ്കെടുക്കുന്നു. അല്പസമയങ്ങൾക്കകം തന്നെ രാജ്പഥിൽ ചടങ്ങുകൾ ആരംഭിക്കും. പ്രതീഷ്, ഈ പരമ്പരാഗത കലാരൂപങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കലാരൂപങ്ങളുണ്ട്. തനത് ഇന്ത്യയുടെ ശൈലിയൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന എക്കാലത്തെയും കലാരൂപം ഇതൊക്കെ അണിനിരന്നുകൊണ്ടുള്ള വലിയ ഒരു ചടങ്ങ് എല്ലാ തവണത്തെയും അതിനപ്പുറത്തേക്കുള്ള ചടങ്ങുകളായിരിക്കും ഇത്തവണ ഉണ്ടാവുക. തീർച്ചയായും അതെ. കഴിഞ്ഞ തവണയും മറ്റും ഈ ഡിജിറ്റൽ ഇന്ത്യയും മറ്റും പ്രോത്സാഹിപ്പിക്കുന്ന ചില നിശ്ചല ദൃശ്യങ്ങളും മറ്റുമാണ് പ്രധാനമായും സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത്. ഈ പരേഡിൽ പ്രധാനമായും ഇത്തരമുള്ള ഡിജിറ്റൽ ഇന്ത്യ അതോടൊപ്പം സ്വച്ഛ് ഭാരത് അടക്കമുള്ള പദ്ധതികൾ മുൻനിർത്തിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ അണിനിരത്തിയായിരുന്നു പരേഡിൽ മിക്ക സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഈ ഡിജിറ്റൽ പ്രോത്സാഹനം നൽകുന്ന ചില പദ്ധതികളും ആശയങ്ങളും ഉൾക്കൊള്ളിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ ഈ പരേഡിലും കേരളത്തിന്റെ നിശ്ചല ദൃശ്യമില്ല എന്നത് നിരാശപ്പെടുത്തുന്നതായി. കഴിഞ്ഞ തവണയും ഈ നിശ്ചല ദൃശ്യങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തെ ഒഴിവാക്കപ്പെട്ടിരുന്നു. അന്ന് സംസ്ഥാനം ഈ ആശയം മുന്നോട്ട് വെച്ചത് വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേന്ദ്രം തള്ളിയതെങ്കിൽ ഇത്തവണ സംസ്ഥാനത്തിന്റെ ആശയം കേന്ദ്രം ഈ പരേഡിൽ ഉൾക്കൊള്ളിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒഴിവാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുമുണ്ട്. ഈ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും തന്നെ റിപ്പബ്ലിക് പരേഡിൽ അണിനിരക്കുമ്പോഴും കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഇത്തവണയും ഒഴിവാക്കപ്പെടുമെന്നത് വലിയ നിരാശ ഉണർത്തുന്നതായി. എന്തായാലും അല്പസമയങ്ങൾക്കകം തന്നെ പരേഡ് ആരംഭിക്കും. പ്രജീഷ്, മനുഷ്യകരാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ അല്പസമയത്തിനകം തന്നെ ചടങ്ങുകളിലേക്ക് കടക്കും. 68ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കാണ് രാജ്യം ഇപ്പോൾ വേദിയാകുന്നത്.